ونستعينه ونتوكل عليه ونعوذ بالله من شرور ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد قال الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله العلي العظيم. ആദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും ഭയഭക്തിയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ഖുതുബകളിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഖുശൂഅോടുകൂടി നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളും, അതുപോലെ എന്തിനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല നമ്മളോട് നമസ്കാരം കൽപ്പിച്ചിട്ടുള്ളത്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നും നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ വിവരിക്കുകയുണ്ടായി. നമ്മളന്ന് ഇൻഷാ അല്ലാഹ് നമസ്കാരം അതിന്റെ യഥാർത്ഥ ഖുശൂഅോടുകൂടി നമസ്കരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമസ്കാരത്തിൽ നാം എന്താണ് പറയുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ നാം അള്ളാഹുവിനോട് എന്ത് വർത്തമാനങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ അർത്ഥം ആശയം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായ വിധത്തിൽ നമസ്കരിക്കുവാനും അത് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതുപ്രകാരം നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന കാര്യങ്ങൾ അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറയാമെന്നും പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു തആല നമസ്കാരത്തിൽ നിർബന്ധമായും ഉരുവിടാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള, അഥവാ ആ സൂറത്ത് ആ വാക്യങ്ങൾ ഉച്ചരിക്കാതെ നമസ്കാരം തന്നെ ഇല്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഫാത്തിഹത്തുൽ കിതാബ്, ലാ സ്വലാത്ത ലിമൻ ലാ യഖറഅ ഫാത്തിഹത്തുൽ കിതാബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായല്ലോ. അഥവാ ഫാത്തിഹ സൂറത്ത് ഓതാത്ത ഒരു മനുഷ്യന് നമസ്കാരമില്ല. അതുകൊണ്ട് ആ ഫാത്തിഹ സൂറത്തിൽ എന്താണ് നമ്മൾ അള്ളാഹുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്ത് പ്രതിജ്ഞയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവോട് എന്താണ് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നമസ്കാരം പഴയതുപോലെ ആവില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമസ്കാരത്തിൽ ഇത്രത്തോളം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ഫാത്തിഹയ്ക്ക് തുല്യമായ ഒരു സൂറത്തുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്.
ചില ഹദീസുകളിൽ അത് ഖുർആനിന്റെ പകുതിയാണ് എന്നും, ചില ഹദീസുകളിൽ ഖുർആന്റെ ബേസ് അസാസ് ആണ് എന്നും, അങ്ങനെ പല പേരുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശേഷിപ്പിച്ച പണ്ഡിതന്മാർ 25ഓളം പേരുകൾ നൽകിയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. ഇതിലെ ഓരോ വാക്യങ്ങളും വിശദീകരിക്കാൻ നമുക്ക് ഓരോ ഖുതുബ ആവശ്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു ഖുതുബയിൽ മൊത്തത്തിൽ എന്താണ് ഫാത്തിഹ സൂറത്തിൽ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ബോധം ചെറിയ അളവിൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹു തആല പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല അല്ലാഹു തആല ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈനി. അല്ലാഹു തആല പറയുകയാണ്, ഞാൻ നമസ്കാരത്തെ എനിക്കും എന്റെ അടിമക്ക് ഇടയിലും 2 പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, വിഭജിച്ചിരിക്കുന്നു. വലി അബ്ദി മാ സഅല, എന്താണോ എന്റെ അടിമ എന്നോട് ചോദിക്കുന്നത് അത് അവന് ഉണ്ടായിരിക്കും. വഇദാ ഖാലൽ അബ്ദു, അങ്ങനെ എന്റെ അടിമ പറയുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഖാല അല്ലാഹു തആല ഹമിദനി അബ്ദി. അങ്ങനെ ഒരു അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിക്കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ പറയും, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, ഹമിദനി എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയും. വഇദാ ഖാല അർ-റഹ്മാനു വഇദാ ഖാല അർ-റഹ്മാനു റഹീം, ഖാല അല്ലാഹു തആല അസ്ന അലയ്യ അബ്ദി. അർ-റഹ്മാനി റഹീം എന്ന് ഒരു മനുഷ്യൻ ഉരുവിടുമ്പോൾ, അല്ലെങ്കിൽ എന്റെ അടിമ അങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ പറയുകയാണ് അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, പ്രശംസിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയും. വഇദാ ഖാൽ മാലികി യൗമിദ്ദീൻ, ഇനി മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോഴോ മജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല അതിന് മറുപടി പറയുമെന്നാണ്. അഥവാ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ഓരോ വാക്യങ്ങൾക്കും അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണം. ഫാത്തിഹ സൂറത്തിനെ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അതിലെ ആദ്യത്തെ ഭാഗമാണ് ഈ പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ എന്നിവരെയുള്ള ആയത്തുകൾ. ഇതിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പടച്ച തമ്പുരാനാണ് എല്ലാ സ്തുതിയും, അൽഹംദുലില്ലാഹ് സർവ്വസ്തുതിയും. എന്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് നന്ദി ചെയ്യേണ്ട, മറ്റൊരാളെ പ്രശംസിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. കാരണം എനിക്ക് വേണ്ടതൊക്കെ തന്നത് എന്റെ റബ്ബാണ്. പിന്നീടുള്ള വാക്യങ്ങളിലൂടെ റബ്ബുൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഈ വാക്യങ്ങളിലൂടെ എന്തിനാണ് അള്ളാഹ്ക്ക് ഇത്രയധികം സ്തുതി, എന്തുകൊണ്ട് പടച്ചവന് ഹംദ് നമ്മൾ നൽകുന്നു, എല്ലാ ഹംദും പടച്ചവന് മാത്രമായിട്ട് നൽകുന്നു എന്നതിന്റെ ഉത്തരമാണ്. ഒന്നാമത്തെ അതിന്റെ ഉത്തരം അവൻ റബ്ബുൽ ആലമീൻ ആണ് എന്നുള്ളതാണ്. പടച്ചവൻ ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവാണ്. പടച്ചവനാണ് നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ളത്. നമ്മൾ ഓരോ മിഴിയനക്കത്തിലും ഓരോ കാൽച്ചുവടിലും ഓരോ ശ്വാസത്തിലും നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ്. നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ പറയാറുണ്ട് അൽഹംദുലില്ലാ. അതിന്റെ കാരണം നമുക്കറിയാം. ആ ഒരു സമയത്ത് നമ്മൾ തുമ്മുന്ന സമയത്ത് നമ്മളുടെ ഹാർട്ട് ബീറ്റ് നിലക്കുകയാണ്. അത് അതുപോലെ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് അത് തിരിച്ചു തന്ന ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും എനിക്ക് എന്റെ ജീവൻ നിലനിർത്താനുള്ള ഭാഗ്യം നൽകിയ എന്റെ റബ്ബിന് സ്തുതി എന്നാണ് നമ്മൾ അതിലൂടെ പറയുന്നത്. നമ്മളെ കൺപീലികൾ അത് ആവശ്യമുള്ള സമയത്ത് അടക്കുകയും തുറക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു വെളിച്ചടിച്ചു നോക്കിയ ഒരു പകൽ സമയത്ത് പോലും നമ്മുടെ മുമ്പിലുള്ള പൊടിപടലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പൊടിപടലങ്ങൾ മുഴുവൻ നമ്മളെ കണ്ണിനെ അശുദ്ധമാക്കി അതിന്റെ കഴിവ് നഷ്ടപ്പെടുത്തി കളയാൻ പ്രാപ്തമാണ്. പക്ഷെ അതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നത് നമ്മുടെ കൺപോളകളാണ്. അങ്ങനെ ഓരോ നിമിഷത്തിലും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തുടങ്ങാൻ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് അൽഹംദുലില്ലാ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവപ്പെട്ട ഏത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം. അല്ലെങ്കിൽ അത് വാലറ്റ് പോകുമെന്ന് ഗൗരവമുള്ള ഒരു ഉപദേശം നമ്മൾ ഒരാൾക്ക് നൽകുകയാണ്. ഒരാളോട് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സംസാരിക്കുകയാണ്. ഒരു കച്ചവടക്കാരൻ, ബിസിനസ്മാൻ അയാളുടെ കടയിലുള്ള തൊഴിലാളികളോട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്.
എങ്കിൽ പോലും അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നാണ്. കാരണം പടച്ചവൻ തന്ന അനുഗ്രഹത്തെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരാളുടെ കാര്യമേ പടച്ചവൻ പൂർത്തിയാക്കി കൊടുക്കുകയുള്ളൂ എന്നാണ്. അതിന്റെ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റബ്ബുൽ ആലമീനാണ് പടച്ചവൻ എന്നാണ്. നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളെ ഓരോ നിമിഷത്തിലും നമുക്ക് പല വിധത്തിലുള്ള അപകടങ്ങൾ മനുഷ്യൻ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത്, നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഈ റബ്ബുൽ ആലമീനാണ്. നമ്മൾ സയൻസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരേ സമയത്ത് തന്നെ 3 ടൈപ്പ് കറക്കങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നിലകൊള്ളുന്ന ജീവിക്കുന്ന ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലം ഭൂമിയുടെ അടിയിലുള്ള ഭാഗത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതിന്റെ സ്പീഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറിച്ചു പോകാൻ മാത്രം അത്രയും വേഗത്തിലാണ് ഭൂമിയുടെ ഉപരിതലം അതിന്റെ അടിയിലുള്ള ഭാഗത്തിന്റെ മുകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും നമ്മുടെ വീടിനോ നമുക്കോ ഒരു കുഴപ്പവും സംഭവിക്കാതെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ റബ്ബുൽ ആലമീന്റെ റഹ്മത്ത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ രണ്ടാമത് നാം ഉരുവിടുന്നത് അർ റഹ്മാൻ റഹീം എന്നുള്ളതാണ്. പരമകാരുണ്യവൻ, ദയാനിധി, അങ്ങേയറ്റത്തെ കാരുണ്യവാൻ എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനെ അറബിയിൽ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ വേർഡുകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ആ സ്നേഹം നമ്മൾ അംഗീകരിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുന്ന ഒരു മനുഷ്യന് റഹീം എന്ന പേരിട്ടാലും റഹ്മാൻ എന്ന് മാത്രം ഒരു മനുഷ്യന് പേരിടാൻ പാടില്ല എന്നുള്ളതാണ്. അത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത്രയും കാരുണ്യവും സ്നേഹവുമുള്ള ഒരാളെ ഉള്ളൂ, അത് പടച്ച തമ്പുരാനാണ്. അത്രയധികം സ്നേഹവും കാരുണ്യവും നമ്മളോട് കാണിക്കുന്നവനാണ് നമ്മൾ റബ്ബ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത് പടച്ച തമ്പുരാൻ മാലിക്കിയോ എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്ന നമസ്കാരത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ, നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഉരുവിടുന്ന വേർഡുകൾ മാത്രമല്ല, നമ്മുടെ നൃത്തവും സുജൂദും റുക്കുവും ഒക്കെയും ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ നൃത്തം എന്ന് പറയുന്നത്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ ഒരുപാട് ഗുണങ്ങളിൽ, വിശേഷണങ്ങളിൽ വളരെ കുറഞ്ഞ 4 കാര്യങ്ങൾ മാത്രം എടുത്തു പറയുമ്പോൾ അവിടെ മാലിക് യൗമിദ്ദീൻ എന്ന് ഫാത്തിഹയിൽ പടച്ചവൻ നമ്മളോട് ഉച്ചരിക്കാൻ വേണ്ടി പറയുന്നു. എന്താണ് അതിന്റെ കാരണം? മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റത്തിന്റെയും കാരണം, ഒരു മനുഷ്യൻ നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് പരലോക വിശ്വാസം എന്ന കാരണം കൊണ്ടാണ്. മറ്റുള്ള എല്ലാ നന്മകൾ ചെയ്യുന്ന ആളുകളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ പലപ്പോഴായി നിരാശയിലൂടെ കടന്നു പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ലോകം ആദരിച്ച് ബഹുമാനിക്കുന്ന ഒരുപാട് മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിതം അവസാനിപ്പിച്ചത് ഡിപ്രഷനും ആൻസൈറ്റിയുമായി ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അതിന്റെ കാരണം? പരലോകം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വാസമില്ലാതെ, ദുനിയാവിൽ എനിക്ക് എല്ലാം കിട്ടണം, ദുനിയാവാണ് ഏറ്റവും വലുത് എന്ന രീതിയിൽ ജീവിച്ച ആളുകൾക്കാണ് ഈ അപകടം സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ജീവിതത്തില് നമുക്ക് സന്തോഷം നൽകുന്നതും അതുപോലെ തന്നെ നന്മകൾ ചെയ്യാൻ ആരും കാണാതെയാണെങ്കിലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു നേരത്തെ നമസ്കാരം ഒഴിവാക്കാതെ എത്ര ക്ഷീണിച്ച് കിടക്കാൻ നിന്നാലും ഞാൻ ഇശാ നമസ്കരിച്ചില്ലല്ലോ, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ കാര്യമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ആരും കാണാതെ നമസ്കരിക്കുന്നുവെങ്കിൽ, ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ പരലോക വിശ്വാസമാണ് അതിന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാലിക് യൗമിദ്ദീൻ ആ ദിവസത്തെ അനുസ്മരിക്കുമ്പോൾ അതിന്റെ മാലിക്കാണ് പടച്ച തമ്പുരാൻ, എന്റെ റബ്ബ് എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇതുപോലെ നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ അല്ലാഹു തആല എന്റെ കർമ്മങ്ങൾ വിചാരണ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നെ പറഞ്ഞയക്കുന്ന ഒരു സമയം എനിക്ക് വരാനുണ്ട്. ആ സമയത്ത് എവിടേക്കായിരിക്കും പടച്ച തമ്പുരാൻ എന്റെ സങ്കേതം വെച്ചിട്ടുണ്ട്, എന്റെ മടക്കം എങ്ങോട്ടായിരിക്കും പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക എന്ന ആശങ്കയോടുകൂടി, പേടിയോടുകൂടി നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് മാലിക് യൗമിദ്ദീൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. ഇത് ഉരുവിടുന്ന സമയത്ത് പടച്ച തമ്പുരാൻ മറുപടി പറയുന്നത് ഹാദാ ബൈനി വ ബൈന അബ്ദി,
ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാർ. വലി അബ്ദി മാ സഅല, ഈ പണി അവൻ നിർവഹിക്കുകയാണെങ്കിൽ, അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിന്നെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പടച്ച തമ്പുരാൻ ജിന്നുകളെയും അതുപോലെ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ ലക്ഷ്യം എന്ന് പറയുന്നത് പടച്ചവന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഇബാദത്ത് എന്ന് അതുകൊണ്ട് ഓരോ മനുഷ്യനും മനസ്സിലാക്കൽ നിർബന്ധമാണ്. എന്റെ ജീവിതം മുഴുവൻ ഞാൻ അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നതാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ പരമമായി അനുസരിക്കുന്ന എന്റെ നാഥനെ മാത്രമാണ്. എന്റെ ഇച്ഛയും എന്റെ മാതാപിതാക്കളും എന്റെ കൂട്ടുകാരും എന്റെ കുടുംബാംഗങ്ങളും മറ്റുള്ളവര് എന്ന് പറഞ്ഞാല് പടച്ചവന്റെ ആഗ്രഹം, പടച്ചവന്റെ തീരുമാനം, പടച്ചവന്റെ കൽപ്പന മറ്റൊന്നാണെങ്കിൽ ഞാൻ പിന്തുടരുക എന്റെ റബ്ബിന്റെ കൽപ്പനയായിരിക്കും. ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് മാത്രമേ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന ഉറപ്പിക്കലാണ് ഇയ്യാക നഅ്ബുദു എന്നതിൽ നമ്മൾ പറയുന്നത്. ഇത് മുമ്പ് നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ആത്മാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹു ആ ആത്മാക്കളോട് കരാർ വാങ്ങിയിട്ടുണ്ട്. നമ്മളെ മുഴുവൻ ഭൂമലോകത്ത് വരാനുള്ള മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ അള്ളാഹു ആലമുൽ അർവാഹിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരവിടെ ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്നുള്ളത്. ആ സമയത്ത് നമ്മളൊക്കെ ബല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. അന്ന് അവിടെ കടുത്ത ആ ഉറപ്പ്, അന്ന് പടച്ചവനോട് ചെയ്ത ആ കരാറ് ഈ ജീവിതത്തിലൂടെയും പുലർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഉറപ്പിക്കലാണ് ഓരോ നമസ്കാരത്തിലും ഓരോ റക്അത്തിലും വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ വഴിപ്പെട്ട് ജീവിക്കുകയുള്ളൂ, നിനക്ക് മാത്രമായിരിക്കും ഞങ്ങളുടെ എല്ലാ വഴിപാടുകളും നേർച്ചകളും ആരാധനകളും മുഴുവൻ നിനക്കുള്ളതായിരുന്നു. ആ മാർഗത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ സഹായം ചോദിക്കാൻ നിന്നോട് മാത്രമേ ഉള്ളൂ. മനുഷ്യരെക്കാൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ നേതൃത്വത്തെക്കാളും അധികാരത്തെക്കാളും ഞങ്ങൾക്കറിയാം നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിന്നോട് മാത്രമായിരിക്കും ഞങ്ങളുടെ സഹായത്തേട്ടം. ഈ കരാറ് ഉറപ്പിക്കുന്ന സമയത്ത് പടച്ചവൻ പറയാണ്, ഇതാണ് ഞാൻ എന്റെ അടിമയും തമ്മിലുള്ളത്. ഇങ്ങനെ അവൻ ജീവിക്കുകയാണെങ്കിൽ വലി അബ്ദി മാ സഅല, എന്റെ അടിമ എന്താണോ ചോദിച്ചത് അത് ഞാൻ അവന് കൊടുക്കും. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഫാത്തിഹയുടെ മൂന്നാമത്തെ ഭാഗം. ആദ്യത്തെ ഭാഗം പടച്ചവനുള്ള സ്തുതിയാണ്, ആ സ്തുതിക്കാനുള്ള കാരണങ്ങളാണ്. രണ്ടാമത്തെ ഭാഗം ഈ ഉടമ്പടിയാണ്, അള്ളാഹുവിനോടുള്ള ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ഉടമ്പടിയാണ് ഫാത്തിഹയുടെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമതായി പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നമസ്കാരത്തിൽ ഒരൊറ്റ സംഗതി മാത്രമേ നിർബന്ധമായും ഒരു മനുഷ്യനോട് അള്ളാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങളോ സന്തോഷങ്ങളോ സമ്പത്തോ അധികാരങ്ങളോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഈവൻ അവനവന്റെ തെറ്റുകൾ പോലും പൊറുക്കാനല്ല പടച്ചവൻ നിർബന്ധമായും ചോദിക്കണം എന്ന് പറഞ്ഞത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ്, നേരായ വഴി, ഹിദായത്ത് ചോദിക്കാനാണ് പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ട്. അങ്ങനെ ഹിദായത്ത് ചോദിക്കാത്ത ഒരു മനുഷ്യന് അത് കിട്ടൂല. അത് ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിൽ തട്ടി അള്ളാഹുവിനോട് ചോദിക്കാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ആശങ്കകൾ, ദുഃഖങ്ങൾ, ഡിപ്രഷൻ, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഭീതികൾ, ടെൻഷൻ എല്ലാം അള്ളാഹു നൽകും. കാരണം പടച്ചവൻ പറഞ്ഞ വഴിക്ക് നടക്കുമ്പോഴാണ് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എന്റെ ഹിദായത്ത് നൽകും. ഫമൻ തബിഅ ഹുദായ, അപ്പൊ ആരാണോ ആ ഹിദായത്ത് ഫോളോ ചെയ്യുന്നത് അവനക്ക് മാത്രമേ ഒരു പേടിയും ഒരു ഭീതിയും ഒരു സങ്കടവും ഇല്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ചോദിക്കാനാണ് അള്ളാഹു തആല നമ്മളോട് നിർബന്ധമായി നമസ്കാരത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്. ഒരൊറ്റ സംഗതി എന്താണ്? സിറാത്തുൽ മുസ്തഖീം. വളരെ സിമ്പിൾ ആയിട്ട് അതൊരു ഏത് മനുഷ്യനും ഏത് വിശ്വാസിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു അത് വിശദീകരിച്ചിട്ടില്ല. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളതാണ്. ആ വഴി എന്ന് പറയുന്നത് പടച്ചവൻ അനുഗ്രഹിച്ച ചില ആളുകളുടെ വഴിയാണ്. ആരാണ് പടച്ചവൻ അനുഗ്രഹിച്ചവരെ എന്ന് ഞാൻ ആമുഖത്തിൽ ഓതി കളിപ്പിച്ച ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത് അവൻ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും.
എന്നിട്ട് ആരൊക്കെയാണ് ആ അനുഗ്രഹിച്ച ആളുകൾ എന്ന് അള്ളാഹു വിശദീകരിച്ചു. മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ഒന്നാമത്തെ കൂട്ടരുന്നത് നബിമാര്, രണ്ടാമത് സിദ്ദീഖുകൾ, മൂന്നാമത് ശുഹദാക്കൾ, നാലാമത് സ്വാലിഹീങ്ങൾ. എന്നിട്ട് അവരെ കുറിച്ച് പറയണം, അവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. സ്വർഗത്തിലെ അവരുടെ കൂടെയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കൂട്ടുകെട്ട്, അതിനാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്നും പടച്ചവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ പഠിക്കുമ്പോൾ അവിടെ റസൂൽ പറയുന്നുണ്ട്, പടച്ചവനെ നിന്റെ ആ റഫീഖുകളുടെ കൂടെ എന്നെ ചേർക്കണമെന്ന് 3 വട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെയും ആഗ്രഹം ആവേണ്ടത്. അഥവാ ആ നല്ല 4 വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ്. ഈ ലോകത്ത് അവരുടെ വഴി പിന്തുടരുന്ന ആളുകൾക്ക് നാളെ അവരുടെ കൂടെ സ്വർഗത്തിൽ ചേരാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മൾ ജീവിക്കുകയും എന്നിട്ട് നാളെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ അവരുടെ വഴി, അവരുടെ സ്വർഗം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു തരികയില്ല. അതുകൊണ്ട് ഈ 4 വിഭാഗത്തിന്റെ വഴി എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമതായി പറയുന്നത് നബിമാർ ആണ്. പ്രവാചകന്മാരുടെ എല്ലാ ചരിത്രങ്ങളും വിശദീകരിക്കാനും അതിനെക്കുറിച്ച് പഠിപ്പിക്കാനും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2-3 നബിമാരെ കുറിച്ച് പരാമർശിക്കുകയും അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 2 പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ, ഗുണങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഒന്നാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമ്മളെ എല്ലാ ബലിപെരുന്നാൾ സമയങ്ങളിലും ഓർക്കുകയും വിശദമായി പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ വിശ്വാസത്തിന്റെയും തവക്കുലിന്റെയും സൊബറിന്റെയും ഉദാഹരണമാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം, പടച്ചവന് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ട് പിന്നീട് ഓരോ അനുഗ്രഹങ്ങളായിട്ട് അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ സമ്പത്ത് നശിച്ചു, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടപ്പോ പിന്നെ ബന്ധുക്കളും ഇല്ലാതെയായി, പിന്നെ ആരോഗ്യം ക്ഷയിക്കുകയാണ്, മാരകമായ അസുഖം വന്ന് ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് മുഴുവൻ രോഗങ്ങൾ പടർന്നുവെന്നാണ്. അത്രയധികം രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. പക്ഷേ അദ്ദേഹം കാണിച്ച സൊബർ നമ്മൾ പഠിക്കേണ്ടതാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് ഇന്നി മസ്സനിൽ ദുർറു വ അൻത അർഹമുർ റഹീമിൻ, റബ്ബി ഇന്നി മസ്സനിൽ ദുർറു വ അൻത അർഹമുർ റഹീം. പടച്ചവനെ, എന്റെ റബ്ബേ, എന്നെ പ്രയാസം ബാധിച്ചിട്ടുണ്ട്, പക്ഷെ നീ അൻത അർഹമുർ റഹീമാണ്, നീ കരുണ ചെയ്യുന്നവൻ അങ്ങേറ്റം കാരുണ്യവനാണ്. പലവിധ രോഗം കൊണ്ടും ബുദ്ധിമുട്ടുകളും പ്രയാസപ്പെടുന്ന നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമുക്ക് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പരാമർശം, പടച്ചവനെ നീ എന്നോട് അങ്ങേയറ്റം കാരുണ്യം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? മുമ്പ് നമ്മൾ ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന താബി പണ്ഡിതനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാലിന്റെ മുട്ടിന് താഴെ മുറിക്കപ്പെട്ട് അസുഖം കാരണം മുറിച്ചു മാറ്റി അതേ ദിവസം ഒരു മകൻ, 5 മക്കളിൽ ഒരു മകനെ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ അന്ന് രാത്രി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പടച്ചവനെ, നീ അങ്ങേയറ്റം കാരുണ്യവാനാണ്, നിനക്ക് 1000 സ്തുതികൾ. കാരണം ഇത്രയും കാലം എനിക്ക് ശരീരത്തിന് ഒരു കേടും പറ്റാതെ എന്റെ ശരീരത്തിന്റെ ഒരു കാലിന്റെ പകുതി മാത്രമല്ലേ ഇന്ന് നീ എന്നിൽ നിന്ന് എടുത്തുള്ളൂ. എനിക്ക് 5 മക്കളെ നൽകിയിട്ട് അതിൽ ഒരു മകനെയല്ലേ നീ തിരിച്ചെടുത്തുള്ളൂ. നീ എത്ര കാരുണ്യവാനാണ്, നിനക്കാകുന്നു എല്ലാ സ്തുതിയുമെന്ന് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നബിമാരുടെയും സ്വാലിഹുകളുടെയും ഈമാൻ എന്ന് പറയുന്നത്. അവരുടെ ഈമാനാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടത്. എങ്കിലാണ് അവർക്ക് നൽകിയ ആ അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തുകയുള്ളൂ. അവരെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു സ്വഭാവം സുബറും തവക്കുലുമാണ്. യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് കടക്കുന്നില്ല. സിദ്ദീഖ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചാണ്. എന്താ അതിനുള്ള കാരണം? ഭൂമിയിലെ മുഴുവൻ ആളുകളും അഥവാ പ്രവാചകനിൽ വിശ്വസിച്ച അന്നുള്ള ആളുകൾ പോലും മിഅ്റാജ്, ഇസ്രാ യാത്രയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ ഒരു ശങ്കയോടുകൂടി, സംശയത്തോടുകൂടി അതിനെ കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. മക്കയിൽ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ആളുകൾ, മക്ക മുശ്രിക്കുകൾ അദ്ദേഹത്തോട് പറയാൻ തുടങ്ങി, നിന്റെ കൂട്ടുകാരൻ ഇപ്പൊ എന്തൊക്കെ വിഡ്ഢിത്തമാണ്, ഭ്രാന്താണ് പറഞ്ഞു നടക്കുന്നത് നിനക്കറിയോ? അയാൾ ആകാശത്ത് പോയി സ്വർഗം നരവും കണ്ടുപോലും ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് പോയി സന്ദർശിച്ചു ഒന്ന് പോലും എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്ന ഒരേ ചോദ്യം, പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ, എങ്കിൽ അത് സത്യമാണ് എന്നാണ്.
പ്രവാചകന്മാർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തുകയും അവർ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും സ്വന്തം ജീവിതം കൊണ്ട് സത്യപ്പെടുത്തുകയും ചെയ്ത ആളുകളാണ് സിദ്ദീഖുകൾ എന്ന് പറയുന്നത്. അവരുടെ സ്വഭാവം നമുക്ക് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇന്ന് ആർക്കൊക്കെ നോമ്പുണ്ട്? ആരും അന്ന് അവിടെ സന്നിധരായ ആരും നോമ്പ് നോറ്റിയിരുന്നില്ല. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു പറയാണ്, എനിക്ക് നോമ്പുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇന്ന് ആരൊക്കെ രോഗിയെ സന്ദർശിച്ചു? ഉടനെ ഉമർ റളിയല്ലാഹു പറഞ്ഞു, നേരെ പുലർന്നതല്ലേ ഉള്ളൂ, എണീറ്റ് നമസ്കാരത്തിന് ഇങ്ങോട്ട് നേരെ പോന്നു, രോഗിയെ സന്ദർശിക്കാനൊന്നും സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു പറയുന്നത്, എന്റെ കുറച്ചു ദിവസമായി എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ നല്ല സുഖമില്ലായിരുന്നു, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അവന്റെ വീട്ടിൽ കയറി അവനെ കണ്ട് സുഖവിവരം അന്വേഷിച്ചു എന്നാണ്. ശരി, ഇന്ന് നിങ്ങൾ ആരെങ്കിലും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോ എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ അതിനെവിടെ നേരം, എണീറ്റതല്ലേ ഉള്ളൂ, നമസ്കരിച്ച് മറ്റൊന്ന് ചെയ്യാൻ സമയം കിട്ടിയില്ലല്ലോ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഉടനെ അബൂബക്കർ റളിയല്ലാഹു മറുപടി പറയുന്നത്, നമസ്കരിക്കാൻ വരുമ്പോ ഒരു യാചകനെ ഞാൻ കണ്ടു, അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു അപ്പം ഉണ്ടായിരുന്നു, ഒരു അപ്പക്കഷ്ണം ഉണ്ടായിരുന്നു, ഞാൻ അത് വാങ്ങി ആ പാവത്തിന് കൊടുത്തു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാനായി അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് സ്വർഗപ്രവേശം തീർച്ചയാണ്. അബൂബക്കർ, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക, താങ്കൾ സ്വർഗാവകാശിയാണ്. ഒരിക്കൽ റബിയ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഞാനും അബൂബക്കറും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി, ഒരു വാക്കേറ്റം. കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെടാത്ത ചില വാക്കുകൾ അബൂബക്കർ റളിയല്ലാഹു പറയുകയുണ്ടായി. പിന്നീട് ഖേദം തോന്നിയ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചീത്ത പറഞ്ഞ പോലെ താങ്കൾ എന്നെയും ചീത്ത പറയുക പ്രതിക്രിയയായിക്കൊണ്ട്. ഇല്ല, ഞാൻ പറയില്ല എന്ന് റബിയ മറുപടി പറഞ്ഞു. എങ്കിൽ ഞാൻ നബിയോട് പരാതി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു എണീറ്റ് പോവുകയാണ്. പക്ഷെ പറഞ്ഞോളൂ, ഏതായാലും പകരം ചെയ്യാൻ ഞാനില്ല എന്ന് റബിയ മാറി നിൽക്കുകയും അങ്ങനെ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ റബിയയുടെ ചില ബന്ധുക്കളും അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയാണ്. അങ്ങനെ അവരെല്ലാരും കൂടി പ്രവാചകന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ബന്ധുക്കൾ റബിയോട് ചോദിക്കുകയാണ്, അല്ല, തെറ്റ് ചെയ്തത് അബൂബക്കർ അല്ലേ, പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പോയി പ്രവാചകനോട് പരാതി പറയുന്നു എന്ന് പറഞ്ഞപ്പോ റബിയ റളിയല്ലാഹുവിന് അതിന് നൽകുന്ന മറുപടി, കൂട്ടരെ ദയവ് ചെയ്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ലേ, രണ്ടിൽ രണ്ടാമൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് അള്ളാഹു അദ്ദേഹത്തെ കുറിച്ചാണ്. അദ്ദേഹം നിങ്ങൾ എന്റെ കൂടെ കൂടി എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹം നമ്മളോട് കോപിക്കും, അദ്ദേഹം കോപിച്ചാൽ പ്രവാചകൻ നമ്മളോട് കോപിക്കും. അബൂബക്കർ റളിയല്ലാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് കോപിച്ചാൽ അള്ളാഹു നമ്മളോട് കോപിക്കും. അള്ളാഹു നമ്മളോട് കോപിച്ചാൽ ഈ റബിയ നശിച്ചത് തന്നെ, അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കരുത്, ഇത് ഞങ്ങൾ തീർത്തോളാം എന്ന് റബിയ റളിയല്ലാഹു മറുപടി പറയുന്ന കാണാൻ സാധിക്കും. ഈ സിദ്ദീഖിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സ്വർഗം ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം മാത്രം നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയും. ഷഹീദ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് മിസ്അബ് റളിയല്ലാഹു ആണ്. സമ്പത്തിന്റെ അത്യുന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന, ഉമ്മയുടെയും ബന്ധുക്കളുടെയും സ്നേഹം അങ്ങേയറ്റം അനുഭവിച്ചിരുന്ന, സൗന്ദര്യം കൊണ്ട് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടിരുന്ന ഒരു ബാലനായിരുന്നു, ഒരു യുവാവായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്നത്. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി സ്ഥിതികളാകെ മാറി. അദ്ദേഹത്തിന് അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഉമ്മ പോലും അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കെട്ടിയിട്ട് കൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് നടക്കില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹത്തെ ഇറക്കി വിടുകയാണ്. അതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞാൽ ദിവസങ്ങളോളം പട്ടിണിന് കടന്നുകൊണ്ടാണ് പിന്നീട് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 2 തവണ അബിസീനിയയിലേക്ക് ഹിജ്റ പോയി പിന്നീട് പ്രവാചകന്റെ അടുത്തേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടിട്ട് പറയുന്നുണ്ട്, മുമ്പ് ഈ മിസ്അബിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് മക്കയിൽ ഇദ്ദേഹത്തെ പോലെ മാതാപിതാക്കളുടെ അടുക്കൽ സുഖസമൃദ്ധിയിൽ കഴിഞ്ഞ ഒരാളും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് അള്ളാഹുവിനോടും നബിയോടുമുള്ള സ്നേഹത്താൽ അദ്ദേഹം അതെല്ലാം വെടിഞ്ഞു പോകുന്നു. ഇതേ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് അദ്ദേഹത്തിന്റെ അംബാസഡറായി നിശ്ചയിക്കുന്നത്. ഹിജ്റ 3-ാം വർഷം ഉഹുദ് യുദ്ധത്തിൽ ഇസ്ലാമിന്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ, അത് ഏറ്റുവാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് അത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനാണ്. അതേ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ്. ആ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. ഉഹുദിൽ പതാക വഹിച്ച മിസ്അബ് ഇബ്നു ഉമൈർ മുസ്ലിങ്ങൾ തോറ്റ് പരക്കം പാഞ്ഞ സമയത്ത് അതുമായി യുദ്ധകളത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇബ്നു ഖുമൈഅ എന്ന് പറയുന്ന ഒരു മക്ക മുശ്രിക്
ശത്രു അദ്ദേഹത്തിന്റെ വലം കൈ വെട്ടിമുറിക്കുകയാണ്. മുഹമ്മദ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇടത് കൈയിലേക്ക് ആ കൊടി മാറ്റി പിടിക്കുന്നു. എന്നിട്ട് ഇടതേ കൈ അത് മുറുകെ പിടിക്കുന്നു. അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ഇടത് കൈയും വെട്ടിമുറിച്ചു എന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ ആ സമയത്ത് മുഹമ്മദ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുറിഞ്ഞ രണ്ട് കൈയിന്റെ കഷം കൊണ്ടും അദ്ദേഹം കൊടി മാറത്തോട് ചേർത്തി അമർത്തി പിടിക്കുകയാണ്. മൂന്നാമത്തെ കുന്തത്തിന് അദ്ദേഹത്തിന്റെ നെഞ്ച് തുളയുകയാണ്. അതോടൊപ്പം അദ്ദേഹവും കൊടിയും താഴെ വീഴുകയാണ്. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് മറവ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കഫൻ കുടവ ധരിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു തട്ടം മാത്രമായിരുന്നു. അതുകൊണ്ട് ആളുകൾ ചോദിച്ചു, എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ തല മറക്കുമ്പോൾ കാല് കാണുകയാണല്ലോ, കാല് മറക്കുമ്പോൾ തല കാണുകയാണല്ലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ തല മറച്ചുകൊണ്ട് നിങ്ങൾ കാലിൽ പുല്ല് വെച്ചുകൊണ്ട് ചെടി വെച്ചുകൊണ്ട് മറച്ച് അദ്ദേഹത്തെ ഖബറടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിടുന്ന ഒരു ആയത്തുണ്ട്. അള്ളാഹുവിനോട് ചെയ്ത കരാർ പാലിച്ച ഒരു കൂട്ടം ആളുകൾ സത്യവിശ്വാസികളുണ്ട്. ഈ അർത്ഥം വരുന്ന ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം മിസ്അബ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് കണ്ടുകൊണ്ട് കരയുന്ന ഒരു രംഗമുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മക്കയിൽ വെച്ച് താങ്കളെ ഞാൻ കണ്ടു. അന്ന് താങ്കളെ പോലെ ആർഭാടപൂർവ്വം വസ്ത്രമണിഞ്ഞ സുമുഖൻ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നിതാ താങ്കൾ പാറിപ്പറന്ന തലമുടിയോടുകൂടി ഒരു തട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന് അദ്ദേഹത്തിന്റെ സങ്കടം സഹിക്കാൻ കഴിയാതെ വിതുമ്പുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഷഹീദ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനുള്ളതൊക്കെയും കൊടുത്ത് അവനവന്റെ സമ്പത്തും അവനവന്റെ ശരീരവും അവനവന്റെ സമയവും അവനവന്റെ ആയുസ്സും കൊടുത്ത് അവസാനം സ്വന്തം ജീവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നവരാണ് ഷഹീദുകൾ എന്ന് പറയുന്നത്. ഈ ഷഹീദുകളുടെയും ഈ സിദ്ദീഖുകളുടെയും ഈ പ്രവാചകന്മാരുടെയും വഴിയാണ് നമ്മൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ അനുഷ്ഠിച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ, അവര് ജീവിച്ചതുപോലെ ജീവിക്കാതെ നമ്മൾ എങ്ങനെ അവർ പോയ സ്വർഗത്തിലേക്ക് പോകും എന്ന് നമ്മൾ ഈ ആയത്തുകൾ ഉരുവിടുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുന്ന സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അള്ളാഹു അനുഗ്രഹിച്ച ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം എന്ന് പറഞ്ഞ മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഈ കൂട്ടരുടെ കൂടെ അള്ളാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഒരിക്കൽ കൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉപദേശിച്ചു കൊള്ളുകയാണ്. 3-4 ഖുതുബകളിലായിട്ട് നമ്മൾ നമസ്കാരവും അതിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ എങ്ങനെ നന്നായിട്ട് നമസ്കരിക്കണം, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊക്കെ പഠിക്കുകയുണ്ടായി. നമസ്കാരം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ ആയതുകൊണ്ട് എത്ര ഖുതുബകൾ പറഞ്ഞാലും എത്ര കേട്ടാലും വിശദീകരിച്ചാലും തീരാത്ത അത്രയുള്ള ഒന്നും വേണ്ട. നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും അതിന്റെ ആശയം വിശദീകരിച്ചാൽ തന്നെ ദിവസങ്ങൾ വേണ്ടി വരും. പക്ഷെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ ഈ 3 ഖുതുബയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമസ്കാരം ഒരു നിലക്കും നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താതെ ജീവിതത്തിൽ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു ദിവസം നമ്മൾ ഇരുന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിൽ നമസ്കാരം നിർവഹിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം 1-2 ആഴ്ച മുമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ സിയാം മുഹമ്മദ് സാഹിബ്, നമ്മളീ പല ആളുകൾക്കും അറിയുമായിരിക്കും. മലബാർ മുസ്ലിം അസോസിയേഷന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ അണ്ടറിൽ നടക്കുന്ന മദ്രസയുടെയൊക്കെ മുൻ ഈ ഒരു സംവിധാനം നിലനിർത്തുന്നതിലും അതിനെ പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്.
ഇവരൊക്കെ ചെയ്ത പല സുഹൃത്തുക്കളും നന്മകളുമാണ് ഇന്ന് ബാംഗ്ലൂരിലെ പല മലയാളി മുസ്ലിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ മക്കൾക്കൊക്കെ ദീനീ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പള്ളി പോലുള്ള സംവിധാനങ്ങളൊക്കെ നിലനിർത്തുന്നതിലും അത് കൊണ്ടുവരുന്നതിലൊക്കെ വളരെയധികം പങ്കുവച്ച വ്യക്തിത്വങ്ങളാണ്. നമ്മളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ആളുകളുടെ, നേരത്തെ നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഹീങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത്തരം സ്വാഹീങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായിക്കൊണ്ടാണ് നമ്മൾ പോലും ഇന്ന് പഠിച്ചവനെ നമ്മളെടുക്കൽ നിന്നൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ നിലനിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പഠിച്ചവന് അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുകയും അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഈ അടുത്ത് മരണപ്പെട്ടവരുണ്ടാവാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് വിട്ടു പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ നമ്മളെ ഉറ്റ ബന്ധുക്കളും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ രോഗം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മളിലുണ്ട്. അള്ളാഹു തആല മരണപ്പെട്ട ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആഫിയത്ത് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ ഹൃദയത്തെ എല്ലാ കാപട്യത്തിൽ നിന്നും നിഫാഖിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങളെ റിയാഹുകളിൽ നിന്നും നമ്മുടെ കണ്ണുകളെ കട്ടുനോട്ടങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുമാറാവട്ടെ. ربنا أجرنا من النار ربنا أجرنا من النار ربنا أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين يا ارحم الراحمين اقم الصلاه ان الصلاه تنهى عن الفحشاء والمنكر.